ഈ കളികളെല്ലാം മുഹമ്മദ് റിയാസിനെ ആഭ്യന്തരമന്ത്രിയാക്കുന്നതിനു വേണ്ടി. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ. CPM-ൽ ഇതുവരെയില്ലാത്ത പടലപ്പടക്കങ്ങളും നാടകങ്ങളുമെല്ലാം ഇപ്പോൾ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ രണ്ടാം കെട്ടിയവൻ പുയ്യാപ്ല മുഹമ്മദ് റിയാസിനെ മിനിമം ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയെങ്കിലും ആക്കണം. അതിനുവേണ്ടിയാണ്. മറുമകനെ ഒന്ന് ആഭ്യന്തരം ഏൽപ്പിച്ച് നോക്കിക്കേ. മറുമോനും നിലമ്പൂർ മൂരിയും പോലീസ് ചീഫ് സാഹിബും കേരളം ഭരിക്കുന്ന യഥാർത്ഥ കോട്ട മുതലാളിയും ഒക്കെ കാണിച്ചു തരും ഭരിക്കേണ്ടുന്നത് എങ്ങനെയാണ് എന്ന്. ഇനിയും അവശേഷിക്കുന്നത് വെറും 1.5 വർഷം മാത്രം. അതിനു മുമ്പ് പിടിപ്പത് പണികൾ ചെയ്തു തീർക്കുവാനുണ്ട്. പുയ്യാപ്ലയെ മന്ത്രിസഭയിലെ രണ്ടാമനാക്കണം. അഡ്വാൻസ് കൊടുത്ത പല കച്ചവടങ്ങളും ഡീലാക്കണം. പലരുടെയും കച്ചവടം പൂട്ടണം. അതിന് ശശി ഇരുന്നാൽ പറ്റില്ല. അതുകൊണ്ട് നാട്ടിൽ നടക്കുന്ന സകല അഭീതഗർഭത്തിന്റെയും പാർട്ടി ചെയ്യുന്നതിന്റെയും മുഴുവൻ ഉത്തരവാദിത്തം മുഖ്യ പിടിച്ചുവെപ്പുകാരനായ ശശിയുടെ നെഞ്ചത്ത് കെട്ടിവെച്ച് അത് ചർച്ചയാക്കി ഇതിനെല്ലാമുള്ള ഒരു ഒറ്റമൂലിയായാണ് മരിമോങ്കാക്ക എന്ന ഫോർമുല അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത്. എഫ്യന്മാരിൽ നിന്ന് ആഭ്യന്തരം പിടിച്ചെടുക്കേണ്ടുന്നത് അതുകൊണ്ടാണ്. ഇതാണ് ഇന്നലെ ഞാൻ പറഞ്ഞ മൂരി വിപ്ലവം. പ്രത്യക്ഷത്തിൽ നിലമ്പൂർ മൂരി മാത്രമാണ് മുക്രയിട്ട് മുന്നിൽ നിൽക്കുന്നതെങ്കിലും പിന്നാമ്പുറത്ത് വേറെയും മൂരികൾ നിരവധിയുണ്ട്. ഈ ലക്ഷ്യത്തിന് പിന്നിൽ നിന്നും താങ്ങാനായി. അവർ പക്ഷേ പിന്നിൽ നിന്നേ താങ്ങൂ. മുന്നിൽ വരാനുള്ള ആംബിറാണില്ല. എനിക്ക് ശേഷം പുയ്യാപ്ല അല്ലെങ്കിൽ പ്രളയം എന്ന ലക്ഷ്യം വെച്ച് പാർട്ടിയിൽ കൊള്ളാവുന്നവരെയെല്ലാം വെട്ടി നിരത്തിയിരുന്നു കെ വിജയൻ എന്ന കോരൻ വിജയൻ. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഉന്നത പദവികളിലെല്ലാം ഏഴാംകൂലി ഇസ്പേഡുകളെ തെരഞ്ഞു പിടിച്ച് ശേഷിയില്ല എന്ന് ഉപദേശികളെ കൊണ്ട് 10 പ്രാവശ്യം പരിശോധിപ്പിച്ച് റിക്രൂട്ട് ചെയ്ത് ഉറപ്പിക്കുകയും പിണറായി ഇല്ലെങ്കിൽ ഒരു അസ്തിത്വവുമില്ലാത്ത മോഴകളെയാണ് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ശശിക്ക് പകരം പുയ്യാപ്ല എന്ന പദ്ധതി അവതരിക്കപ്പെടുമ്പോൾ അവറ്റകൾ ശേഷിയില്ലാത്തത് കൊണ്ട് തന്നെ വെറുതെ കൈയടിക്കും. അങ്ങനെ കാര്യങ്ങൾ ഈസിയായി നടക്കും എന്ന ശുഭപ്രതീക്ഷയിലാണ് മൂരിക്കുട്ടന്മാർ. അങ്ങനെ നാളെ വലിയ പ്രതീക്ഷയോടെയായിരിക്കും നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുവാൻ പോകുന്നത്. പിണറായിക്ക് നിലമ്പൂർ മൂരി വാലുപൊക്കി മുക്കറയിട്ടപ്പോഴേ രോഗം പിടികിട്ടി. ഇടഞ്ഞ മൂരിയുടെ പിടുക്കിന് ഞൊട്ടി ഓടിച്ചിരുന്നു എങ്കിലും മൂരി അടുത്ത ദിവസം വീണ്ടും മുക്രയിട്ട് പാർട്ടി സെക്രട്ടറി അപ്പം ഗോവിന്ദനെ കാണുകയുണ്ടായി. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മൂരിക്ക് അല്പം ഏക്കം വെച്ചതിന് കാരണം ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലിനും സീൽക്കാരമുണ്ടാകും എന്ന് പറഞ്ഞതുപോലെ അപ്പം ഗോവിന്ദനും എന്തോ ഒരു ഉറപ്പ് എവിടെ നിന്നോ കിട്ടിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിലമ്പൂർ മൂരിയുടെ ആരോപണം പാർട്ടി പരിശോധിക്കുമെന്ന് പതിവില്ലാത്ത ഉറപ്പോടെ അപ്പം ഗോവിന്ദൻ പറഞ്ഞത്. പിണറായി അല്ലാതെ എന്ത് പാർട്ടി എന്നോർത്ത് പലരും അത്ഭുതം കൂറി. ഇടഞ്ഞു നിൽക്കുന്ന കണ്ണൂർ ലോബിയും മറുമകനും അൻവർ മൂരിയും മൂരിയുടെ ബോസും ഒക്കെ ചേർന്ന് നാളെ ആഞ്ഞൊന്ന് കളിച്ചാൽ ചിലപ്പോൾ ശശിയുടെ ചീട്ട് കീറാൻ സാധിക്കും. അങ്ങനെ സംഭവിച്ചാൽ ശശി പിണറായിയുടെ ചീട്ട് കീറും. പിന്നെ കാര്യങ്ങളെല്ലാം വെടിപ്പാകും. കല്ലറങ്ങാട്ട് ബിഷപ്പ് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട്, ജിഹാദികൾ വീട്ടിൽ കയറി പെൺകുട്ടികളെ വളച്ചു വരുതിയിലാക്കി അവരെ വിവാഹം കഴിച്ച് അവരെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് നിലവിളിച്ചപ്പോൾ പലരും കരുതിയത് ഏതോ കത്തോലിക്ക കുടുംബത്തിലാണ് ഈ ലവ് ജിഹാദ് നടന്നതെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് സംഭവിച്ചത് മുഖ്യമന്ത്രിയുടെ സാക്ഷാൽ പിണറായി വിജയന്റെ വീട്ടിൽ തന്നെയായിരുന്നു. പിണറായി ഇപ്പോൾ ബന്ദിയാണ് എന്നാണ് വിവരം. പിണറായിയുടെ ആകെയുള്ള ആശ്രയമായ ശശിയെ ശശിയാക്കി വിട്ടാൽ പിന്നെ ഭരണകാര്യത്തിൽ ചുക്കേത് ചുണ്ണാമ്പേത് എന്നറിയാൻ പാടില്ലാത്ത വിജയന് ഏക ആശ്രയം പുതിയാപ്ല ആയി മാറും. ആഭ്യന്തരം കിട്ടിക്കഴിഞ്ഞാൽ ഏഫ്യന്മാരെ എല്ലാം ഒതുക്കി പിണറായിയെ സൈഡിലിരുത്തി വണ്ടി ഓടിക്കുകയും ചെയ്യാം. യാത്രക്കാരായ കേരളത്തിലെ മൊണ്ണകൾക്ക് അപ്പൻ ഓടിച്ചാലെന്ത്, മരുമോൻ ഓടിച്ചാലെന്ത്, മൂരി ഓടിച്ചാലെന്ത്. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ മൂരി വിപ്ലവം. മുടിഞ്ഞ പിണറായിസം കൊണ്ട് അടിവേരറ്റ CPM-ന്റെ അവസാന പേരും ഇളകണമെങ്കിൽ തുടർന്നുള്ള 1.5 വർഷം മരുമോനിസത്തിലേക്ക് മാറുന്നതാണ് നല്ലതെന്നാണ് അന്തംകമ്പകളിലെ നിയോചിന്താതത്തിന്റെ ഉപജ്ഞാതാവ് കയറുപിരിയൻ ജുബാച്ചട്ടൻ പറയുന്നത്. ഏതായാലും മുടിഞ്ഞു. അതുകൊണ്ട് അണലിയാണോ കരിമൂർഖനാണോ കസരയിൽ ഇരിക്കുന്നതെന്ന് നോക്കേണ്ട എന്ന നിലപാടിലാണ് കേരളത്തിലെ ജനങ്ങൾ. ഇപ്പോൾ ഒരു 4200 കോടി കൂടി കടമെടുക്കുവാൻ കേന്ദ്രം കനിഞ്ഞ് അനുമതി തന്നിട്ടുണ്ട്. 5000 ആയിരുന്നു ചോദിച്ചത്. അതുകൊണ്ട് അലവൻസും ബോണസും ഒക്കെ ഇത്തവണ കൂടി കിട്ടുമെന്ന് ഏതാണ്ട് ഉറപ്പായി. എന്തായാലും ചീഞ്ഞ തക്കാളിപ്പെട്ടിയാണെങ്കിലും 40 അകമ്പടി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി മാത്രമേ പോവുകയുള്ളൂ. അത്തം വരാൻ പോകുന്ന സ്ഥിതിക്ക് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. മാവേലി എവിടെ കിടക്കുന്നു, ഈ മലരൻ എവിടെ കിടക്കുന്നു? കൊതിപ്പിക്കുവാൻ ആ പാട്ട് കേട്ടു തുടങ്ങിയല്ലോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.